ഫാർമക്കോവിജിലൻസ് പ്രോപ്പറായിട്ട് ഡ്രഗ് സേഫ്റ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ്. അതായത് ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ്, പിന്നെ അത് വേറെ രീതിയിലുള്ള ഫാർമസ്യൂട്ടിക്കൽ എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. സോ ഇതേപോലത്തെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതാണ് ഫാർമക്കോവിജിലൻസ്. ഇതിൻ്റെ സേഫ്റ്റിയും ഇതിൻ്റെ സ്റ്റോറേജും ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ പഠിച്ചിട്ട് ഇതിനു വേണ്ടിയുള്ള പ്രിവെൻഷനും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനനുസരിച്ചുള്ള പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഫാർമക്കോവിജിലൻസ് അഥവാ PV എന്ന് പറഞ്ഞ റോള് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഫാർമക്കോവിജിലൻസിൽ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്റ്റർ ഫാർമക്കോവിജിലൻസ് കോഴ്സ് ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ് പൊസിഷൻസ് PV അനലിസ്റ്റ്, PV അസോസിയേറ്റ്, PV ഓഫീസർ, അങ്ങനെ ഫാർമക്കോവിജിലൻസ് ഉള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിലാണ് ഇവർക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇത് അവരുടെ സീനിയോറിറ്റിയും എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷനും അനലൈസ് ചെയ്തിട്ടായിരിക്കും ഈ ജോബ് റോൾസ് ഇവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഫാർമക്കോവിജിലൻസ് അല്ലെങ്കിൽ PV ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു എക്സ്പേർട്ട് ഒരു PV ഒരു എക്സ്പേർട്ട് ഫാർമക്കോവിജിലൻസ് ഓഫീസർക്ക് ഏകദേശം പെർ അവർ 5,060 rupees ഇന്ത്യൻ മണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നോർമൽ ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, അതല്ലാതെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് വലിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് നമുക്ക് എല്ലാ കൺട്രീസിലും ഉണ്ട്. സോ ഇതേപോലൊരു PV എക്സ്പേർട്ടിന് ഏകദേശം ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് അവരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അത് ആ ഒരു ഇൻഡസ്ട്രിക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ല. അതുകൊണ്ടാണ് ഇത്രയൊരു വലിയൊരു പേറോള് അവർക്ക് കിട്ടുന്നത്. പിന്നെ ഏകദേശം ഇതിൻ്റെ മാർക്കറ്റ് അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇപ്പം ഈ 2021 $6.97 billion ആണ് ഓരോ ഇൻഡസ്ട്രിയും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു അവർ ചെയ്യുന്ന ഒരു വർക്കിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏകദേശം ഇത്ര എമൗണ്ട് ആയിരിക്കും.